ഹായ് ഫ്രണ്ട്സ്, ചേനക്കുഴികളൊക്കെ റെഡി ആയിട്ടാ. ചേനക്കുഴികൾ റെഡിയായി. ഒരടി താഴ്ചയിൽ 1.5 അടി താഴ്ച എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു കുമ്മായം, അത് നമ്മുടെ മണ്ണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മണ്ണ് ശുദ്ധീകരിച്ചിട്ട് നല്ല കരിക്കനൊക്കെ വരില്ല ചേനയ്ക്ക്, അല്ലെങ്കിൽ വലുതായി വരുമ്പോൾ കരിക്കൻ വന്ന് കേട് വരും. അത് ഇല്ലാതിരിക്കാനാണ് ഒരു നുള്ളു കുമ്മായം ഇടും. കണ്ടോ, ഒരു നുള്ളു കുമ്മായം ഇടും. ഒരു 200 ഗ്രാമോളം എല്ലുപൊടി ഇടും കേട്ടോ ഒരെണ്ണത്തിൻ്റെ കടയ്ക്ക്. കുഴികളൊക്കെ റെഡിയാണ്. ഒരു 100 കുഴി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ ഒരു ചേന നടുന്നത് കാണിച്ചു തരാം കേട്ടോ. ചേനക്കുഴി വട്ടത്തിരി വിസ്താരത്തിൽ എടുക്കണം. നല്ല ചേന ആക്കി നല്ല വലിപ്പം വയ്ക്കുള്ളൂ. ഒരു 20-22 കിലോ ഒക്കെ ചേനകൾ ഉണ്ടാവും. കണ്ടോ, ഒരു 100ഓളം കുഴികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കട നടണത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചേച്ചിയും കൂടിയുണ്ട്. ചേച്ചിയാണത്. അപ്പോൾ ചേച്ചീനെ കൊണ്ട് നടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേനക്കുഴി വട്ടത്തിലെടുത്തിട്ട് 1.5 അടി താഴ്ച എടുത്തിട്ട് കണ്ടതിൽ കുമ്മായം ഇട്ട് എല്ലുപൊടി ഇട്ട് ചവറിടും. എന്താ ചവറിടും കേട്ടോ. ചവറിട്ട് കഴിഞ്ഞിട്ട് ലേശം മണ്ണിടും. ആ ചവറ് മൂടാൻ മാത്രം മണ്ണിട്ടിട്ട് ചേന എടുത്ത് വയ്ക്കും. ചേന എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പൊലി പോലെ മണ്ണിങ്ങനെ കൂട്ടും. അപ്പോൾ ആ കുഴിയുടെ വലിപ്പത്തിൽ നമുക്ക് ചേന വിസ്താരം, നല്ല വീതി ഉള്ള നല്ല തൂക്കമുള്ള ചേനയുണ്ടാവും. അപ്പോൾ നല്ല മണ്ണിളക്കം വേണം കേട്ടോ. മണ്ണിളക്കമുള്ള സ്ഥലമായിരിക്കണം. മണ്ണ് കൊത്തി ഇളക്കി കുഴി കുത്തി അതിൽ നേരിയ കുമ്മായം ഇടുന്നത് കരിക്കനൊക്കെ വരാതിരിക്കാനാണ്. എന്നിട്ട് എല്ലുപൊടി ഇട്ട് ചവറൊക്കെ ഇട്ടിട്ട് ലേശം മണ്ണിട്ടിട്ടാണ് ഈ ചേന വെക്കണത്. ചേന പുലി പോലെ വെക്കും കേട്ടോ. പുലി പോലെ നടും. അധികം പൊക്കത്തിൽ വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇത് മുള വന്ന് കുറച്ചാവുമ്പോഴാണ് നമ്മൾ ഇതിന് ചാണം ഇടണത്. ചാണം ചവറൊക്കെ ചുറ്റും വെച്ച് മണ്ണിടും. അപ്പോൾ നല്ല വലിപ്പമുള്ള ചേന ഉണ്ടാവും കേട്ടോ. ചേനയ്ക്കൊക്കെ നല്ല വിലയല്ലേ. എല്ലാവരും ചേന നട്ടുള്ളൂ കേട്ടോ. ചേനയൊക്കെ അത് ചാണത്തിൽ ഉണക്കി കണ്ടോ, മുറിച്ച് ചാണത്തിൽ ഉണക്കി വെച്ചിട്ടാണ് നടാൻ പോണത് കേട്ടോ. ചേനയൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 10-20 ദിവസത്തോളമായി ചേന വെട്ടി ഇങ്ങനെ തണലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കി എടുത്തേക്കണതാണ്. അപ്പോൾ ഉണ്ടായി കുമ്മായി ഒരു നുള്ളിടും, ഒരു 200 ഗ്രാമോളം എല്ലുപൊടി ഇടും. എന്നിട്ടാണ് അത് നടണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ചവറൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കണം. മുറ്റടിക്കുമ്പോൾ ഉള്ള ചവറൊക്കെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇവർ ചാക്കുകളിലാക്കി ശേഖരിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ചേനക്കുഴിയിൽ ഇടുന്നത്. അപ്പോൾ മണ്ണിളക്കം കിട്ടും. മണ്ണ് പൊതാന്നാകുമ്പോൾ ചേനയ്ക്ക് വളരാനുള്ള നല്ല ഇതുണ്ടാവും, ഉണ്ടാവും. കണ്ട, നല്ല വിസ്താരത്തിൽ കുഴിയെടുക്കണം. കുഞ്ഞു കുഴിയെടുത്താൽ ചേനയ്ക്ക് വലിപ്പം വയ്ക്കാൻ പറ്റില്ല, ഇടം കിട്ടില്ല. അപ്പോൾ നല്ല വലിയ കുഴി, വട്ടം കൂടുതലെടുത്താൽ മതി, താഴ്ച കുറവ് മതി. 1 അടി 1.5 അടി താഴ്ച മതി. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, എൻ്റെ ചേച്ചിയും കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.